യേശുകർത്താവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയൊരു പ്രഭാതം കണ്ടുണരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു തോർന്ന് സ്തോത്രം. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ ആയിരുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പാടുകൾ യോഹന്നാനിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. യോഹന്നാൻ അതെങ്ങനെയാണ് വെളിപ്പെടുത്തി ലഭിച്ചത് എന്ന് നാം ചിന്തിക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. അതിനോട് ചേർന്ന് പറയുന്നത് യേശുവിൻ്റെ കഷ്ടതയിലും അവൻ്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ. അപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ കൂട്ടാളിയാണ്. കർത്താവ് സഹിച്ച കഷ്ടത. അതുമാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പിന്നെ സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ. കൊലപാതകമോ പിടിച്ചുപറിയോ മറ്റു മോഷണങ്ങളോ ചെയ്തത് നിമിത്തം നാടുകടത്തപ്പെട്ടവനല്ല യോഹന്നാൻ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം അവ നാടുകടത്തപ്പെട്ടു എന്ന് കാണുവാൻ കഴിയും. ദൈവവചനം പ്രസംഗിച്ചതിലൂടെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തി സാക്ഷ്യപ്പെടുത്തിയതിലൂടെ യോഹന്നാൻ നാടുകടത്തപ്പെട്ടവനായി തീർന്നു. പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് അവൻ കടന്നു പോകേണ്ടി വന്നു എന്ന് വ്യക്തമായിട്ട് യോഹന്നാൻ വെളിപ്പെടുത്തി. ഇന്ന് പ്രഭാതത്തിൽ ഈ കാലഘട്ടങ്ങൾ കർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കാളിയായി, അവൻ്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും പങ്കാളിയും കൂട്ടാളിയുമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഇത് ദൈവരാജ്യത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ മുന്നേറുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എന്നെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.